ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പം 8th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാം ആയിരുന്നല്ലോ ഇന്ന്. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് ആയിരിക്കും ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എ ലോങ് വോക്ക് വിത്ത് ഗ്രാനിയിൽ നിന്നാണ്. അതിലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ലെസണിലെ ആദ്യത്തെ പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രാനിയും മണിയും കൂടെ നടന്നുകൊണ്ട് പോകുന്ന ഒരു സീനാണ്. അതുപോലെ തന്നെ ഗ്രാനിയുടെ പെയർ ഓഫ് ഗ്ലാസസിനെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മണി ആൻഡ് ഹിസ് ഫാദർ ട്രൈ ടു സോൾവ് ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഗ്രാനീസ് ഐസൈറ്റ്? ഗ്രാനിയുടെ കണ്ണ് കാണാത്ത പ്രോബ്ലം എങ്ങനെയാണ് മണിയും ഫാദറും സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്? അതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ തെറ്റായിരിക്കും. നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ഓൾഡ് ഗ്ലാസസ് ധരിച്ചിട്ടുണ്ട്. ഗ്രാനീസ് ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ. ഗ്രാനിയുടെ കാഴ്ചശക്തി വളരെ വീക്കായി തുടങ്ങി. ഗ്രാനീസ് ഗ്ലാസസ് വെയർ സ്ക്രാച്ച്ഡ്. ഗ്രാനിയുടെ ഗ്ലാസസിൽ സ്ക്രാച്ച് മാർക്സ് ഉണ്ടായിരുന്നു. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് ദി റൈറ്റ് ടൈം ടു ഹാവ് ഗ്രാനീസ് ഐസ് ടെസ്റ്റഡ്. അതായത് മണിക്കും ഫാദറിനും തോന്നി ഗ്രാനിയുടെ ഐസ്, അതായത് കണ്ണുകൾ ടെസ്റ്റ് ചെയ്യേണ്ട സമയമല്ല എന്ന് തോന്നിയെന്ന്. ഇതിലേതാണ്? നമുക്ക് പറയാം, ആൻസേഴ്സ് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഓർ ഫ്രേസ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഈ പാസേജിൽ നിന്ന് ഒരു വാക്ക് കണ്ടുപിടിക്കണം. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാകുക എന്ന് പറയുന്ന എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് ഈ പാരഗ്രാഫ് തന്നിട്ട് ചോദിച്ചിരിക്കുന്ന 3 ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ഉത്തരം നോക്കിയാലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? Mani and his father decided to have Granny's eyes tested and get her new glasses. അപ്പൊ എങ്ങനെയാണ് ഗ്രാനിക്ക് കണ്ണ് കാണാത്ത പ്രോബ്ലം സോൾവ് ചെയ്യാൻ മണിയും ഫാദറും ശ്രമിച്ചത്? ഗ്രാനിയുടെ കണ്ണുകൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യുകയും പുതിയ ഗ്ലാസ് മേടിക്കുകയും ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചത്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലാത്തത്. ഓപ്ഷൻ ഡി എന്താണ്? മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് ദി റൈറ്റ് ടൈം ടു ഹാവ് ഗ്രാനീസ് ഐസ് ടെസ്റ്റഡ്. അതായത് ഗ്രാനിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടില്ല എന്ന് അവർ വിചാരിച്ചായിരുന്നോ? ഇല്ലല്ലോ, അവർ കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ വിചാരിച്ചത്. അപ്പം ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ഏതാണെന്ന് പറയാമോ? മേക്ക് ഔട്ട്. അതൊരു ഫ്രേസൽ വെർബാണ്. മേക്ക് ഔട്ടിന്റെ അർത്ഥമാണ് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് 4 to 6, അത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോയിട്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു സ്റ്റാൻസാസ് കൊടുത്തിട്ടുണ്ട്, ആ പോയിട്രി ഫുൾ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം നോക്കാം. വേർ അക്കോർഡിംഗ് ടു ദി പോയിറ്റ് ഡസ് ഹോപ്പ് പെർച്ച്? അതായത് പോയിറ്റിനെ സംബന്ധിച്ച് ഹോപ്പ് എവിടെയാണ് ചേക്കേറുന്നത് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ ഫ്രം ദി ഗിവൺ ലൈൻസ്. ഈ ലൈനിലെ മെറ്റഫറിന്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കുക. ആറാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? വാട്ട് ഡസ് ദി ബേർഡ് ആസ്ക് ഫോർ ഇൻ റിട്ടേൺ? ബേർഡ്, ആ പക്ഷി ഇവിടുത്തെ പക്ഷി ഏതാണ്? ഹോപ്പാണ്. അപ്പൊ ഹോപ്പ് എന്താണ് തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചത് എന്നാണ്. ഓപ്ഷൻ എ, ദ ബേർഡ് ഡസ് നോട്ട് ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. ബേർഡ് ഒന്നും തിരിച്ച് ആവശ്യപ്പെട്ടില്ല. ദ ബേർഡ് ആസ്ക് ഫോർ എ സോങ് ഇൻ റിട്ടേൺ. തിരിച്ചൊരു സോങ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദ ബേർഡ് ആസ്ക് ഫോർ പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ റിട്ടേൺ. പേഷ്യൻസും ഫെയ്ത്തും തിരിച്ച് ആവശ്യപ്പെട്ടു. ദ ബേർഡ് ആസ്ക് ഫോർ എ ക്രംബ് ഓഫ് ബ്രെഡ് ഇൻ റിട്ടേൺ. അതായത് ആ ബേർഡ് എന്താ ആവശ്യപ്പെട്ടു? ക്രംബ് ഓഫ് ബേർഡ്, ഒരു ബ്രെഡിന്റെ കഷ്ണം ആവശ്യപ്പെട്ടു എന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരം എങ്ങനെ വരും? നാലാമത്തെ ചോദ്യം, എവിടെയാണ് പക്ഷി ചേക്കേറുന്നത്? ഹോപ്പ് പെർച്ചസ് ഇൻ ദി സോൾ. സോളിലല്ലേ പെർച്ച് ചെയ്യുന്നത്? അത് രണ്ടാമത്തെ ലൈനിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. അഞ്ചാമത്തെ ഉത്തരം എന്താണ്? മെറ്റഫറിന്റെ എക്സാമ്പിൾ എന്താണ്? ഹോപ്പ് ഈസ് ദി തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ് എന്ന് പറയുന്നത് ഒരു തിങ്, ഒരു വസ്തുവാണ്, ഫെദർ ഉള്ള ഒരു വസ്തു. അപ്പം അതല്ലേ മെറ്റഫറിന്റെ എക്സാമ്പിൾ. മെറ്റഫർ സിമിലി എന്താണെന്ന് അറിയാലോ? സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്കും ആസും യൂസ് ചെയ്ത് രണ്ട് വസ്തുവിനെ കമ്പയർ ചെയ്യുന്നത്. ലൈക്കും ആസും യൂസ് ചെയ്യാതെ കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ ഹോപ്പിനെ ബേർഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഹോപ്പ് ഈസ് ലൈക്ക് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്നാണ് പറയുന്നത്. അല്ലല്ലോ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നല്ലേ പറയുന്നത്. അപ്പം അതാണ് മെറ്റഫറിന് എക്സാമ്പിൾ. പിന്നെ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ആണ്. അതായത് ദ ബേർഡ് ഡസ് നോട്ട് ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ എന്നാണ് ഉത്തരം. അതായത് പക്ഷി ഒന്നും തന്നെ തിരിച്ച് ചോദിക്കുന്നില്ല. അതായത് ഹോപ്പ് നമ്മളിൽ നിന്ന് ഒന്നും തിരിച്ച് ആവശ്യപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരം.
ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 7 Ages of Man പോയിട്രിയിൽ നിന്നാണ്. അതിനകത്ത് റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് സമ്മറൈസിങ് ദ ഐഡിയാസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലൈൻസ് യൂസിങ് ദ ഹിൻസ് ബിലോ. താഴെ നിങ്ങൾക്ക് കുറച്ച് ഹിന്റ് കൊടുത്തിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്, ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു സമ്മറി എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം: 7 Ages of Man is a poem written by William Shakespeare. 7 Ages of Man എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു കവിതയാണ്. ഇൻ ദിസ് സ്റ്റാൻസ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദീസ് സ്റ്റാൻസസ്. ഈ ഭാഗത്ത് മനുഷ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. ഇൻ ദി 6th സ്റ്റേജ് എ മാൻ ബിക്കംസ് ഓൾഡ് ആൻഡ് വീക്ക്. ആറാമത്തെ ഘട്ടത്തിൽ മനുഷ്യൻ എന്താണ്? വൃദ്ധനും ദുർബലനും ആകുന്നു. ഹി വെയർസ് സ്പെക്ടക്കിൾസ് ആൻഡ് ക്യാരീസ് എ പൗച്ച്. അവൻ കണ്ണട ധരിക്കുകയും ഒരു ചെറിയ സഞ്ചി കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ഹിസ് ക്ലോത്ത്സ് ബിക്കം ലൂസ് ബിക്കോസ് ഹിസ് ബോഡി ബിക്കംസ് തിൻ. അവന്റെ ശരീരം മെലിഞ്ഞു പോകുന്നതിനാൽ വസ്ത്രങ്ങൾ അയഞ്ഞു പോകുന്നു. ഹിസ് സ്ട്രോങ് മാൻലി വോയിസ് ബിക്കംസ് വീക്ക് ലൈക്ക് എ ചൈൽഡ്സ് വോയിസ്. അവന്റെ ശക്തമായ പുരുഷ ശബ്ദം ഒരു കുട്ടിയുടെ ശബ്ദം പോലെ ദുർബലമാകുന്നു. ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഹി ബിക്കംസ് ലൈക്ക് എ ചൈൽഡ് അഗെയിൻ. അപ്പോൾ അവസാന ഘട്ടത്തിൽ അവൻ വീണ്ടും ഒരു കുട്ടിയെ പോലെ ആയിത്തീരുന്നു. ഹി ലൂസസ് ഹിസ് ടീത്ത്, ഐസ്, ടേസ്റ്റ് ആൻഡ് അതർ എബിലിറ്റീസ്. അവന് പല്ലുകൾ, കാഴ്ച, രുചി അറിയാനുള്ള കഴിവ് തുടങ്ങിയവ നഷ്ടപ്പെടുന്നു. ദ സ്റ്റേജ് ഈസ് കോൾഡ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്. ഈ ഘട്ടത്തെ രണ്ടാമത്തെ ബാല്യാവസ്ഥ എന്ന് വിളിക്കുന്നു. ഷേക്സ്പിയർ യൂസസ് ഇമേജറി ടു ഷോ ഓൾഡ് ഏജ്. വാർദ്ധക്യം കാണിക്കുന്നതിനായിട്ട് ഷേക്സ്പിയർ ചിത്രീകരണങ്ങൾ, അതായത് ഇമേജറി ഉപയോഗിക്കുന്നു. ഹി ഓൾസോ യൂസസ് അലിട്രേഷൻ സച്ച് ആസ് സാൻസ് ടീത്ത്, സാൻസ് ഐസ്. സാൻസ് ടീത്ത്, സാൻസ് ഐസ് എന്നതുപോലെ ഒരേ ശബ്ദം ആവർത്തിക്കുന്ന അലിട്രേഷൻ എന്ന അലങ്കാരവും അദ്ദേഹം ഉപയോഗിക്കുന്നു. Thus the poem shows the physical and emotional changes of human life. അതിനാൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളാണ് ഈ കവിത കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയെങ്കിലും ആ ഹിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ പറയുന്ന മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല, പുറത്തു നിന്നുള്ള ഒരു പാസേജാണ്. ആ പാസേജ് വായിച്ചിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8, 9, 10 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആ പാസേജിൻ്റെ അർത്ഥം ഞാനൊന്ന് പറയാം. പവർ ഓഫ് നേച്ചർ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, അതായത് പ്രകൃതിയുടെ ശക്തി. നേച്ചർ ഹാസ് ഓൾവേസ് ബീൻ എ പവർഫുൾ ഫോഴ്സ് ഷേപ്പിംഗ് ദ ലൈഫ്സ് ഓഫ് ഹ്യൂമൻസ്. എന്താണ്? പ്രകൃതി എപ്പോഴും മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു ശക്തിയാണ്. From gentle rain that nourishes crops to storms that destroy entire towns, nature reminds us that we are just a small part of a vast system. വിളകൾക്ക് വളരാൻ സഹായിക്കുന്ന മൃദുവായ മഴ മുതൽ പട്ടണങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ നമ്മൾ വലിയ പ്രകൃതി വ്യവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് പ്രകൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. The sun gives us warmth and energy, while rivers and forests provide food, water and shelter. സൂര്യൻ നമുക്ക് ചൂടും ഊർജവും നൽകുന്നു. നദികളും കാടുകളും നമുക്ക് ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ താമസ സ്ഥലം എന്നിവ നൽകുന്നു. However, when nature's balance is disturbed through deforestation, pollution or burning of fossil fuels, it strikes back with floods, droughts and heat waves. എന്നാൽ എന്താണ്? വനനശീകരണം, മലിനീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ എന്നിവയിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുമ്പോൾ പ്രകൃതി വെള്ളപ്പൊക്കം, വരൾച്ച, ഉഷ്ണതരംഗം എന്നിവയിലൂടെ തിരിച്ചടിക്കുന്നു. This climate change poses many risks to human beings and all other forms of life on earth. ഈ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യർക്കും ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. ഇൻ റീസെന്റ് ഇയേഴ്സ് സയന്റിസ്റ്റ് ഹാവ് വാൺഡ് ദാറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ പുട്ടിംഗ് ടു മച്ച് പ്രഷർ ഓൺ ദി പ്ലാനറ്റ്. അടുത്ത കാലത്തായി മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Cutting down trees for lands, burning fuels for energy and wasting water have caused the earth temperature to rise. അതായത് സ്ഥലത്തിനായിട്ട് മരങ്ങൾ വെട്ടിമാറ്റുന്നതും ഊർജത്തിനായി ഇന്ധനങ്ങൾ കത്തിക്കുന്നതും വെള്ളം പാഴാക്കുന്നതും ഭൂമിയുടെ താപനില ഉയരാൻ കാരണമായി. This not only affects weather patterns but also endangers animals and plants. ഇത് കാലാവസ്ഥയെ മാത്രമല്ല ബാധിക്കുന്നത്, മൃഗങ്ങളെയും സസ്യങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. Yet it is not too late. എന്നിരുന്നാലും ഇപ്പോഴും വളരെ വൈകിയിട്ടില്ല. By planting trees, using renewable energy and reducing waste, we can live in harmony with nature again.
മരങ്ങൾ നട്ട് പിടിപ്പിച്ചും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം ഉപയോഗിച്ചും മാലിന്യം കുറച്ചും നമുക്ക് വീണ്ടും പ്രകൃതിയുമായി സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കാം. റെസ്പെക്ടിങ് നേച്ചേഴ്സ് പവർ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ് പ്രൊട്ടക്ടിങ് അവർ നേച്ചർ. പ്രകൃതിയുടെ ശക്തിയെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യപടിയാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് നേച്ചർ റിയാക്ട് വെൻ ഇറ്റ്സ് ബാലൻസ് ഇസ് ഡിസ്റ്റർബ്ഡ്? എന്താണ്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുമ്പോൾ പ്രകൃതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ്? ഒന്നാമത്തേത്, വരൾച്ചയും ഉഷ്ണതരംഗങ്ങളും ഉണ്ടാക്കി പ്രകൃതി തിരിച്ചടിക്കുന്നു. 2, പ്രകൃതി മനുഷ്യരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു. 3, വെള്ളപ്പൊക്കത്തിലൂടെ പ്രകൃതി തിരിച്ചടിക്കുന്നു. 4, പ്രകൃതി നമുക്ക് ഊർജവും ഭക്ഷണവും നൽകുന്നു. ഇനി 9ാമത്തെ ചോദ്യം എന്താണ്? അതിനു മുമ്പ് യെസ്, 9ാമത്തെ ചോദ്യം തന്നെ നോക്കാം. വാട്ട് ആർ ദി മെയിൻ കോസസ് ദാറ്റ് ലെഡ് ടു ദി ഡിസാസ്ട്രസ് ക്ലൈമറ്റ്? അതായത് ക്ലൈമറ്റിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്തെല്ലാം? ഹൗ ക്യാൻ വി ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ അഗെയിൻ? നേച്ചറുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഇനി എങ്ങനെ സാധിക്കും എന്നാണ് ചോദ്യം. അപ്പൊ 8ാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുമുണ്ട്, എന്നിട്ട് പറഞ്ഞിരിക്കുന്നുണ്ടോ only 1 is correct, only 4 is correct, both 1 and 3 are correct, all the 4 statements are correct. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ശരി ഉള്ളതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. 8ന്റെ ആൻസർ സി ആണ്. ബോത്ത് 1 and 3 ആർ കറക്റ്റ്. അതാണ് അതിന്റെ ഉത്തരം. ഇനി 9ാമത്തെ ചോദ്യത്തിന് ആൻസർ എന്താണ്? മെയിൻ കോസസ് എന്താണ്? ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, കട്ടിംഗ് ഡൗൺ ട്രീസ്, വേസ്റ്റിംഗ് വാട്ടർ ആൻഡ് അതർ ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതാണ് ഡിസാസ്റ്റർസ് ക്ലൈമറ്റിന് കാരണമാകുന്നത്. ഇനി ഹൗ ക്യാൻ വി ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ അഗെയിൻ? ഇനി നേച്ചറുമായിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? പാരഗ്രാഫിൽ തന്നെയുണ്ട്. വി ക്യാൻ ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ബൈ പ്ലാന്റിംഗ് ട്രീസ്. നമുക്ക് ട്രീസ് പ്ലാന്റ് ചെയ്യാം യൂസിങ് റിന്യൂവബിൾ എനർജി ആൻഡ് റെഡ്യൂസിങ് വേസ്റ്റ്. അതുപോലെ തന്നെ വേസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതാണ് അതിന് ആൻസർ. ഇനി നിങ്ങൾക്ക് 13ഉം 12 ക്വസ്റ്റ്യൻസിന് എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് his first earnings as a newspaper boy fills Abdul Kalam with excitement and a sense of responsibility. He jots down his feelings in his diary. അത് APJ അബ്ദുൽ കലാമിന്റെ ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടുള്ള ലൈഫിൻ പറ്റിയിട്ടുള്ള ഒരു ഡയറി എഴുതാനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തിന്റെ ബോധവും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഫീലിങ്സ് ഡയറി ആയിട്ട് എഴുതുന്നത് നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. രണ്ടാമത്തെ അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മണി അക്കംപനീസ് ഗ്രാനി ഓൺ ഹെർ ജേർണി ടു മസൂരി ആൻഡ് സപ്പോർട്ട്സ് ഹെർ ത്രൂ ഔട്ട്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി സ്റ്റോറി എ ലോങ് വർക്ക് വിത്ത് ഗ്രാനി പ്രിപ്പയർ ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മണി. അതായത് മണി എന്ന ക്യാരക്ടർ, ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. ഇനി 12A ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ എഴുതാനാണ്. ആരും തമ്മിലുള്ളതാണ്? ഗ്രാനി ആൻഡ് ഡോക്ടർ. നോക്കിയത് ഐ സ്പെഷ്യലിസ്റ്റ് എക്സാമിൻഡ് ഗ്രാനി ആൻഡ് അഡ്വൈസ്ഡ് ഹെർ ടു ഗെറ്റ് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. അതായത് ഡോക്ടർ ഗ്രാനിയോട് സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ് യൂസ് ചെയ്യാൻ പറയുന്നില്ലേ? കണ്ണിന്റെ പവർ, കാഴ്ചശക്തി കുറഞ്ഞു പോയത് അനുസരിച്ചുള്ള പവറുള്ള ഗ്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ആ സമയത്ത് ഗ്രാനിയും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം റീഡ് ദ പിക്ചർ given below, prepare a paragraph using suitable descriptive adjectives. അപ്പം ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 11A 11Bയുടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അബ്ദുൽ കലാമിന്റെ ഡയറിയും കൊടുത്തിട്ടുണ്ട്, മണിയുടെ ക്യാരക്ടർ സ്കെച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12Aയും 12Bയുടെയും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി എടുക്കാവുന്നതുമാണ്. ഓൺ എക്സാം കഴിയുമ്പോഴത്തേക്കിനും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമല്ലോ, അപ്പം നിങ്ങൾക്കിത് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി വന്നിരിക്കുന്നത് 13AB ക്വസ്റ്റ്യൻ ആണ്. The bus that Mani and Granny traveled on was old, noisy and uncomfortable. അതായത് മണിയും ഗ്രാനിയും പോയ ബസ് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നല്ലോ, പൊട്ടിപ്പൊളിഞ്ഞ സൗണ്ട് ഒക്കെ ഉള്ള ഒരു ബസ് ആയിരുന്നല്ലോ. ലേറ്റർ മണി ഡിസൈഡ്സ് ടു റൈറ്റ് എ ലെറ്റർ ടു ദി ട്രാൻസ്പോർട്ട് മാനേജർ. അപ്പം മണി ട്രാൻസ്പോർട്ട് മാനേജറിന് എഴുതുന്ന കത്ത് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. റിക്വസ്റ്റിംഗ് ബെറ്റർ ബസ് സർവീസസ് ഓൺ ദാറ്റ് റൂട്ട്. അതായത് ആ റൂട്ടിൽ അവർ പോയ നെയ്നിൽ നിന്ന് കയറിയ ബസ് റൂട്ടിൽ ഉള്ള ബസ്സുകൾ അത്യാവശ്യം നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണ് എഴുതുന്നത്. ട്രാൻസ്പോർട്ട് മാനേജറിനാണ് എഴുതുന്നത്, ആ കത്ത് എഴുതാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക്
Read the picture given below. Prepare a paragraph describing it in the light of your reading of the lesson Little Things Matter. Little Things Matter വായിച്ചിട്ട് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. അപ്പം നിങ്ങൾക്ക് ലെറ്ററിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു എന്താണ് എഴുതിയ കണ്ടന്റ് മാത്രം ഒന്ന് വായിക്കാം. I am Mani, a regular passenger on the Mussoorie route. Bus service on this route is poor. ഞാൻ മസൂരി റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ബസ് സർവീസ് ഭയങ്കര മോശമാണ്. ദ ബസ്സസ് ആർ ഓൾഡ്, നോയ്സി ആൻഡ് അൺകംഫർട്ടബിൾ. വളരെ പഴകിയതും ശബ്ദമുള്ളതും അതുപോലെ കംഫർട്ടബിൾ അല്ലാത്തതുമായിട്ടുള്ള ബസ്സുകളാണ് ഈ റൂട്ടിലുള്ളത്. ദിസ് കോസസ് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ടു എൽഡർലി പാസഞ്ചേഴ്സ് ലൈക്ക് മൈ ഗ്രാൻഡ് മദർ. എൻ്റെ വല്യമ്മയെ പോലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു പ്രൊവൈഡ് ബെറ്റർ ബസ്സസ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നല്ല ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നും. വിത്ത് ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ സീറ്റ്സ്, വൃത്തിയുള്ളതും അതുപോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം. പ്ലീസ് ഇംപ്രൂവ് ദ ബസ് സർവീസ് ഓൺ ദിസ് റൂട്ട്. ഇത്ര ഈ റൂട്ടിലുള്ള ബസ്സിൻ്റെ സർവീസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി മണി. ഇനി നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ദിസ് പിക്ചർ ഷോസ് എ യങ് ന്യൂസ് പേപ്പർ ബോയ് സ്റ്റാൻഡിങ് നിയർ എ ഹൗസ്. ഹി ഈസ് ക്യാരിങ് എ ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഇപ്പോൾ ഒരു ബോയ് നിൽപ്പുണ്ട്, കുട്ടിയുടെ കയ്യിൽ ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഹി ഈസ് വെയറിങ് സിമ്പിൾ ക്ലോത്ത്സ്, സിമ്പിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആൻഡ് ലുക്സ് ഹാർഡ് വർക്കിംഗ്. ഹി ഈസ് ഡെലിവറിങ് ന്യൂസ് പേപ്പേഴ്സ് ടു പീപ്പിൾ ഇൻ ദി മോർണിംഗ്. രാവിലെ ന്യൂസ് പേപ്പർ കൊടുക്കുന്നു. ദിസ് പിക്ചർ റിമൈൻഡ്സ് us ഓഫ് അബ്ദുൽ കലാംസ് ചൈൽഡ്ഹുഡ്. അബ്ദുൽ കലാമിൻ്റെ ചെറുപ്പകാലം ഈ ഒരു പിക്ചർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെൻ ഹി വർക്ക്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ബോയ്. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ജോലി ചെയ്ത ആ ഒരു ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിൻ്റെ പോയിന്റ് ഓഫ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്തും എഴുതാം. ഇപ്പം പിക്ചർ കണ്ട് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒരു പാരഗ്രാഫിലായിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതിയാവും. 14ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് പ്രൊഫൈലാണ് APJ അബ്ദുൽ കലാമിൻ്റെ. അപ്പോൾ ഹിൻറ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് പാരഗ്രാഫിൽ എഴുതാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, പ്രൊഫൈൽ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ തന്നിരിക്കുന്ന ഹിൻസ് സെൻറ്റൻസസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15 ഒക്ടോബർ 1931 ഇൻ രാമേശ്വരം. ഒക്ടോബർ 15 1931 രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്, തമിഴ്നാട്ടിൽ. ഹി വാസ് എ ഫേമസ് എയ്റോസ്പേസ് സയൻറ്റിസ്റ്റ്, ഓതർ ആൻഡ് പ്രൊഫസർ. അപ്പോൾ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഓതറും ആയിരുന്നു, അദ്ദേഹം പ്രൊഫസറുമായിരുന്നു. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹി സെർവ്ഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ ഭാരത് രത്ന ആൻഡ് പത്മവിഭൂഷൺ. ഹി പാസ്ഡ് അവേ ഓൺ 27 ജൂലൈ 2015. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സും അദ്ദേഹം എന്നാണ് പാസ്ഡ് അവേ ആയതും എന്നും എഴുതാം. ഇനി നിങ്ങൾക്ക് ടേബിളിൽ പ്ലെയർ, കൺട്രി, അവാർഡ് എന്ന് പറഞ്ഞിട്ട് 3 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ് 15 തൊട്ട് 17 വരെയുള്ള ചോദ്യം. 18ാമത്തെ ചോദ്യം ഫ്രേസൽ വെർബ്സ് വെച്ചിട്ട് നിങ്ങളത് ഫില്ല് ചെയ്യാനാണ്. 19ാമത്തെ എഡിറ്റ് ചെയ്യാനുമുള്ള ചോദ്യമാണ്. അപ്പം ഞാനതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളത് പോസ് ചെയ്തിട്ട് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് ഇങ്ങനെ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. ഇനി വരുന്ന കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൻസറും പറയാം. അപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തേതൊരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടില്ലേ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് മണി ചോദിക്കുന്നത്. അപ്പം രണ്ടാമത് ഗ്രാനി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ചോദ്യമാക്കാൻ. അപ്പോൾ ഗ്രാനി പറയുന്നുണ്ട്, ഐ ഹാവ് ബ്രോട്ട് പക്കോറാസ് ആൻഡ് ബൺ ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അപ്പോൾ അതെങ്ങനെ ചോദ്യമാക്കാം, നമുക്ക് ആൻസർ നോക്കുന്ന കൂട്ടത്തിൽ അത് പറയാം. മണി പിന്നെ പറയുന്നുണ്ട്, താങ്ക് യു ഗ്രാനി, വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇത് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാനി പറയുന്നുണ്ട്, ഓക്കെ, യു ഹാഡ് ബെറ്റർ ഡാഷ്, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റെയിൻ. അപ്പം നമുക്ക് ഇന്ന ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം മഴ വരുന്നുണ്ട് എന്ന് ഗ്രാനി പറയുന്നു. അപ്പോൾ മണി പറയുന്നു, ഐ വിൽ വാക്ക് ഫാസ്റ്റ്, ഐ നോ യുവർ അംബ്രല്ല ഈസ് ലീക്കി. ഇനി ഗ്രാനി പറയുന്നുണ്ട്, ഇഫ് ഇറ്റ് റെയിൻസ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈഫ് പ്ലസ് കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ആൻസറുമാണത്. അപ്പോൾ നിങ്ങൾക്ക് എയുടെ ആൻസർ ആയിട്ട് വോണ്ട് ഹാവ് യു ബ്രോട്ട് ഫോർ അസ്, എന്താണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മണി ചോദിക്കുന്നു. പിന്നെ ഗ്രാനി, ഓക്കെ, യു ഹാഡ് ബെറ്റർ ഹറി അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറയാം. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റെയിൻ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ്, ഇഫ് ഇറ്റ് റെയിൻസ് വാട്ട് വിൽ വി ഡു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഴ പെയ്യുകയാണ്, അതായത് 0 കണ്ടീഷണൽ ആണത്, ഇഫ് പ്ലസ് കണ്ടീഷണൽ ക്ലോസ് ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യാവുന്നതുമാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് ചാനലിൽ അപ്ലോഡ് ചെയ്തോളാം. ഇപ്പം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോയത്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.